മെയിൻറ്റെയിൻ എ സപ്പിൾ മൈൻഡ്. അതായത് മൃദുവായതും ഉറച്ചതുമായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വേണ്ടത്? കാര്യം വേറൊന്നുമല്ല, മിക്ക ആളുകളും അനുഭവിക്കാറുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മളെ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ ഒരു കുറ്റം പറയുകയാണ് അല്ലെങ്കിൽ വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തോന്നുന്നത് എന്താണ്? വിഷമം തോന്നാറുണ്ട്, ദേഷ്യം തോന്നാറുണ്ട്. പ്രത്യേകിച്ചും ആ ഒരാൾ നമ്മളോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്, ഇതിനു മുന്നേ ഒന്നും നമ്മളോട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങേയറ്റം വിഷമമാണ് ഉണ്ടാകുന്നത്. ആ വിഷമം കാരണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും വരും. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം, മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ നമുക്ക് വിട്ടിട്ട് അങ്ങനെ ഒരാളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എനിക്കും ഒരല്പം വിചിത്രമായിട്ട് തോന്നി, പക്ഷെ എന്നാലും അത് തീർച്ചയായിട്ടും സെൻ ബുദ്ധിസ്റ്റ് സന്യാസികൾ അത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് വേറൊന്നുമല്ല, ശാരീരികമായ കഠിനാധ്വാനം ചെയ്യുക. പ്രത്യേകിച്ചും ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെറുതെ കഠിനാധ്വാനം അല്ല, വൃത്തിയാക്കുക എന്നുള്ള ഒരു പ്രക്രിയ. എന്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ്? നമുക്ക് ചുറ്റുമുള്ള സ്ഥലം നമ്മൾ വൃത്തിയാക്കുക. ഉദാഹരണത്തിന് നമ്മൾ താമസിക്കുന്ന വീടാകാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം. പ്രത്യേകിച്ചും വീടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സമയമെടുത്ത് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെൻ ബുദ്ധിസ്റ്റ് സന്യാസികൾ എല്ലാ ദിവസവും രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ്, നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ പോലും ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അവർക്ക് ചുറ്റുമുള്ള അവർ താമസിക്കുന്ന സ്ഥലത്തുള്ള എല്ലാ സാധനങ്ങളും, അത് ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അതിനെ വൃത്തിയാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ വെളുപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു മുറിയിലേക്ക്, നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഫ്രഷ്നെസ് നമുക്കവിടെ തോന്നും. അപ്പോൾ നമ്മൾ ശരിക്കും താമസിക്കുന്ന വീടാണെങ്കിൽ പോലും ഒരൊറ്റ മുറി മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിന് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമുക്കൊന്ന് വൃത്തിയാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അതിന് ഒരുപാട് നല്ലൊരു എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ. കാരണം ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനവും വരുന്നുണ്ട്, അതേപോലെ തന്നെ മാനസികമായിട്ട് നമുക്ക് നല്ലൊരു ഉറപ്പും വരുന്നുണ്ട് നമ്മുടെ മനസ്സിന്.